ഇത് ഞങ്ങൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോൾ കാണുന്നൊരു കാഴ്ചയാണ്. ഇവിടെ ഇതിൽ ആംബുലൻസിലാണ് ആളുകളെ കൊണ്ടുപോകുന്നത്. വാഹനങ്ങളൊന്നും സത്യം പറഞ്ഞാലില്ല. ഇതേപോലെ ടി വിക്കാർ, റിപ്പോർട്ട് ചാനലുകാർ എല്ലാവരും ഉണ്ട്. ഇപ്പോൾ വന്നിട്ടേ ഓട്ടോറിക്ഷക്കാരൊക്കെ ഭയങ്കര റേറ്റാണ്. ഞങ്ങൾ തിരുവനന്തപുരം നോർത്തിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് സെൻട്രേക്ക് വരാൻ വേണ്ടിയിട്ട് വന്ന് നോക്കുന്ന സമയത്ത് 30 രൂപയുടെ ചാർജിന് ഇവർ ചോദിച്ചത് 300 രൂപയാണ്. അപ്പോൾ ഒന്ന് ഹർത്താലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടി. ഇതേ രോഗികളെ കൊണ്ടുപോകണം. അവിടെയൊക്കെ ചാനലേറെ പടയാണ്. പിന്നെ നല്ലവരായ പോലീസുകാരുണ്ട്. ഇവിടെ ആളുകൾ വാഹനം കിട്ടാൻ നിൽക്കണം. അപ്പോൾ നമുക്ക് പോകാനുള്ള സ്ഥലം ഇപ്പോൾ എയർപോർട്ടുകൾ ഇതൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ പോകണത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിവിടെ തിരുവനന്തപുരത്ത് എത്തിയിട്ട് ഇത്രയും മാധ്യമപ്രവർത്തകരെ കാണുന്നത്. ഇത് അവരെ സ്റ്റാൻഡൊക്കെ അവിടെ ഉണ്ടല്ലോ. മൊത്തത്തിൽ മാധ്യമപ്രവർത്തകരൊക്കെ അവിടെ ഉണ്ട്. എന്തിനാണ് ഈ പണിമുടക്കിൻ്റെ ഒരു ആവശ്യം എന്ന് ഞാൻ ചോദിക്കുന്നത്. ഒരു കാര്യമില്ലാതെ മനുഷ്യരെ അടങ്ങറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് ഇറങ്ങിയ സമയത്ത് ഒരു ഓട്ടോറിക്ഷക്ക് 8 കിലോമീറ്റർ പോകാനാണ് അവർ നമ്മളോട് 300 രൂപ ചോദിച്ചത്. തിരുവനന്തപുരത്തെ ഓട്ടോറിക്ഷക്കാരെ കുറിച്ചിട്ടുള്ള നമ്മുടെ ധാരണ തെറ്റിപ്പോയി. അപ്പോൾ കോഴിക്കോടത്തെ ഓട്ടോറിക്ഷക്കാരെ പോലെ ഡീസൻ്റാണ് നമ്മൾ വിചാരിച്ചത്. എന്തായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. KSRTC ഇതട്ടാ നമ്മുടെ പണിമുടക്കിനെ ലംഘിച്ചുകൊണ്ട് KSRTC ഇവിടെ റെഡിയാണ്. പോവാനുള്ള വണ്ടിയാണോ എന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങളേതായാലും നടക്കാം. ഓട്ടോറിക്ഷക്കാർ കിട്ടിയ ചാൻസിലേ നല്ലൊരു തുകയാണ് ചോദിക്കുന്നത്. അവിടുന്ന് ഇറങ്ങിയിട്ട് ബസ്സില്ലാത്ത വലിയ ബുദ്ധിമുട്ടായി. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള ഈ പണിമുടക്ക് ഇത് ഹർത്താൽ തന്നെയാണിത്. 24 മണിക്കൂറിൻ്റെ പണിമുടക്ക്. എല്ലാ വിഭാഗം ആളുകളും കടകൾ അടപ്പിക്കുന്ന രീതിയൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ഒരു 7 മണിയുടെ ശേഷമുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്.